ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും വെൽക്കം ബാക്ക്. നമ്മുടെ എപ്പിസോഡ് നമ്പർ 3 നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്താണ് ഒരു പാർട്ട് സ്റ്റുഡിയോ എന്നാണ്. നമ്മൾ എല്ലാവരും ഞാൻ കരുതുന്ന എല്ലാവരും ആദ്യത്തെ ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്നു. ആ ഡോക്യുമെന്റിൽ നിങ്ങൾ അപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു പാർട്ട് സ്റ്റുഡിയോ. അപ്പോൾ ഈ പാർട്ട് സ്റ്റുഡിയോ എന്താണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ഇപ്പൊ ട്രഡീഷണൽ CAD വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോളിഡ് വർക്ക്സ് അല്ലെങ്കിൽ ക്രിയോ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പാർട്ടും സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു പാർട്ടിൽ നിന്നും മറ്റേ പാർട്ടിലേക്ക് നമുക്ക് പാരാമെട്രിക് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് നമ്മൾ ഒന്നെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഒരു വേരിയബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ വേണം. പക്ഷേ ഇപ്പൊ ഓൺഷേപ്പിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട് സ്റ്റുഡിയോയിൽ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മൗസ്, ആ കമ്പ്യൂട്ടറിന്റെ മൗസിന് ഇപ്പൊ 2 പീസൊക്കെ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ ആ 2 പീസും കൂടിയിട്ട് ഒറ്റ ഒരു പാർട്ട് സ്റ്റുഡിയോയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് പോലും, അല്ലെങ്കിൽ ഒരു പെന്നിന്റെ സ്റ്റെമ്മും പെന്നിന്റെ ഷാഫ്റ്റും അല്ലെങ്കിൽ പെന്നിന്റെ ക്യാപ്പും, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു പാർട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ പാർട്ട് സ്റ്റുഡിയോയിൽ നമുക്കിത് എത്ര വേണമെങ്കിലും ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും പാർട്സ് ഉണ്ടാക്കാം. അപ്പൊ എത്ര വേണമെങ്കിലും പാർട്സ് നമുക്ക് വേണമെങ്കിൽ അതിലുണ്ടാക്കാം. ഈ പാർട്സ് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ അസംബ്ലി ആയിട്ടും ഇങ്ങനെ കാര്യങ്ങളിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാർട്സ് ഉണ്ടാക്കുന്നത് യൂഷ്വലി നമ്മുടെ മോഡലിംഗ് സ്കിൽസ് വെച്ചിട്ടാണ്, നമ്മുടെ യൂഷ്വൽ മോഡലിംഗ് ടൂൾസ് ഒക്കെ വെച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മോഡലിംഗ് ടൂൾസിന് ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് പാർട്ട് സ്റ്റുഡിയോ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്സ് നമുക്ക് ഒരു പാർട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു പബ്ലിക് ലൈബ്രറിന്നോ ഏതെങ്കിലും ഒന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം കാണുന്ന ഒരെണ്ണം എടുക്കുകയാണ്. ഇപ്പോ നിങ്ങളുടെ ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ്. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം പബ്ലിക്കാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ എന്തൊക്കെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ നമുക്ക് ഇയാൾ ഉണ്ടാക്കിയ ഒരു കാറോ അല്ലെങ്കിൽ ഈ പ്ലെയിനോ അല്ലെങ്കിൽ ഇത് കൺസെപ്റ്റ് വെഹിക്കിളോ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ സ്പ്രേ നോസറിലേക്ക് പോകും. അപ്പൊ ഇയാൾ ഉണ്ടാക്കിയത് ഈ പാർട്ട് സ്റ്റുഡിയോയില് ഉണ്ടാക്കിയ ഈ സാധനത്തില് കണ്ടോ, മൾട്ടിപ്പിൾ പാർട്സ് കാണാനുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇത് ആക്ച്വലി ഒരു അസംബ്ലി അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അതാണ് നമ്മൾ പാർട്ട് സ്റ്റുഡിയോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ പാർട്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഈ പാർട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന പാർട്ടാണുള്ളത് ഇത്, അല്ലെങ്കിൽ ഇത് ഈ പാർട്ടിന്റെ റെഫറൻസ് ഈ ഹോളിന്റെ ഡയമീറ്റർ വെച്ചിട്ട് റെഫറൻസിങ് ആണ് ഇതിനോട്. അപ്പൊ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ഇതിലേക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരു സ്ഥലത്താണ് ഉണ്ടാക്കണം. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം, ലെറ്റ്സ് സേ നമുക്ക് ഈ ഹോളിന്റെ വലിപ്പം മാറണം. അപ്പൊ നമുക്ക് പഴയ CAD-ലേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് മാറ്റിയാൽ മറ്റേ സ്ഥലത്ത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്ക് കോമൺ ഒക്കെ ആയി നമുക്ക് റെഫറൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർട്ട് സ്റ്റുഡിയോയുടെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ഒരു സ്ഥലത്ത്, എല്ലാം ഒരു യൂണിഫൈഡ് ആയിട്ട് വൺ പോയിന്റിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പൊ അതേപോലെ തന്നെ ലെറ്റ്സ് സേ ഈ ഫംഗ്ഷൻ ഈ ഒരു ഡയമീറ്റർ കൂട്ടുകയാണ് നമ്മൾ CAD-ല്. ആ സമയത്ത് നമുക്കറിയാം ഇതിനെ ഈ പാർട്ട് അതിന്റെ റിലേറ്റഡ് പാർട്ടാണ്. അപ്പൊ ആ പാർട്ടൊന്നും കൂടേണ്ടതല്ലേ, അല്ലെങ്കിൽ ഫിറ്റ് ആവില്ല. അപ്പൊ ആ പാർട്ട് എങ്ങനെ കൂടുക? അപ്പൊ നമുക്ക് ഇത് ഈ രണ്ട് പാർട്ട് ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടുമ്പോൾ മറ്റേതും ഓട്ടോമാറ്റിക്കലി പാരാമെട്രിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പാർട്ടുകളെല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഉണ്ടാവും. നമ്മൾ മോഡൽ ചെയ്യുന്ന ട്രീ, അതായത് നമ്മുടെ
യൂഷ്വൽ കാഡിൽ നമ്മൾ ചെയ്യുന്നില്ലേ, സ്കെച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ട്രീ വരുന്നത് ഇവിടെയാണ്. അപ്പോ ഇതാണ് പാർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഫസ്റ്റ് ഒരു കൺസെപ്റ്റ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പാർട്ട് സ്റ്റുഡിയോയിൽ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പാർട്ട് സ്റ്റുഡിയോയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വേരിയബിൾസ് ഒക്കെ വെച്ചും ഇക്വേഷൻ ഒക്കെ വെച്ചും നമുക്ക് പാർട്സ് ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ് ആയിട്ട് ഇപ്പൊ നാളെ ഒരു നമുക്ക് പറയാം, ഇപ്പോ വേരിയൻസ് ലെറ്റ്സ് ഈ പ്രൊഡക്റ്റിന്റെ 5 വേരിയൻസ് ഉണ്ടാക്കണം. നമുക്ക് ഒരെണ്ണത്തിൽ നമുക്ക് ഈ ഹാൻഡില് നീളം കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ഡയമീറ്റർ കുറയ്ക്കണം. അപ്പൊ അങ്ങനെ കോൺഫിഗറേഷൻ ഒക്കെ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഈ പാർട്ട് സ്റ്റുഡിയോന്റെ ഫങ്ഷൻസ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാക്കിയിട്ട് അതിന് 10 വേരിയേഷൻസ് വേണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു പാർട്ടിന്റെ ഈ ഒരു നോസില് 10 സൈസിലുള്ള വേരിയന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ടത് ഈ പൈപ്പ്, നിങ്ങളുടെ പൈപ്പ് ഹോസ് കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിയ ഹോസിലേക്ക് വേണം. അപ്പൊ അങ്ങനെയൊക്കെ വേരിയൻസ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്നതും അങ്ങനെ പലതും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാർട്ട് സ്റ്റുഡിയോയിൽ. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് പാർട്ട് സ്റ്റുഡിയോയിൽ ഉണ്ട്. നിങ്ങൾക്ക് പാർട്ട് സ്റ്റുഡിയോ എന്താ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് മോഡൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണുന്നവരെ സീ യു ഗൈസ്. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ റീച്ച് ചെയ്യുന്നതാണ്. ഞാനത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും ഹാപ്പി ലേണിംഗ്. ചിയേഴ്സ്.